ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. ചെറുപുഴ കൃഷിഭവന്റെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടുകൂടി മച്ചിയിൽ കൃഷി ചെയ്ത തരിശുവാഴ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ജു പി നിർവഹിച്ചു. ചെറുപുഴ കൃഷിഭവൻ ഈ വർഷം 100 ഏക്കറിലധികം ഭൂമി തരിശുരഹിതമാക്കിയിരുന്നു. ആ ലക്ഷ്യം നിറവേറ്റുന്നതിനു വേണ്ടി പ്രധാന പങ്കുവഹിച്ച പാലാവേലിലുള്ള മനോജ് തോമസ്, ജെയിംസ്, ജോണി എന്നിവർ 30 ഏക്കർ തരിശു സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ ചെറുപുഴ പഞ്ചായത്തിലെത്തി. 10 ഏക്കർ വാഴ കൃഷി ചെയ്തതിൻ്റെ വിളവെടുപ്പാണ് നടന്നത്. മച്ചിയിലുള്ള OT നസീറിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം 15 വർഷത്തേക്കാണ് ഈ മൂവർ സംഘം പാട്ടത്തിനെടുത്തത്. 5000-ഓളം വാഴ കൃഷിയാണ് ചെയ്തത്. വാഴയ്ക്ക് പുറമെ കുരുമുളക്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയ ദീർഘകാല വിളകളും പാട്ടത്തിനെടുത്ത് ചെയ്യുന്നുണ്ട്. കൃഷി ഉദ്യോഗസ്ഥരായ ഗീത പി, സുരേഷ് കുറ്റൂർ എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വലിയൊരു കാർഷിക മേഖലയായ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ഇത്തവണത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തരിശു നിലങ്ങളെല്ലാം തന്നെ കൃഷിയോഗ്യമാക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഏകദേശം 30 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്തുകൊണ്ട് ഒരു മൂവർ സംഘം എത്തിയിട്ടുള്ളത്. ശ്രീ മനോജും ശ്രീ ജോണി, ശ്രീ ജെയിംസ് എന്നിവരായിരുന്നു. അവര് ഈ മച്ചിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം വാഴകൃഷിയിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി പിന്നീട് ദീർഘകാല വിളകള് അങ്ങനെയൊക്കെ കൃഷി ചെയ്തുകൊണ്ടാണ് അവരെ കൂടുതൽ സ്ഥലം കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഉദ്യമത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവരിത് കൃഷി ചെയ്തതായിട്ടും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ വിളവെടുപ്പ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് തരിശിട്ട സ്ഥലങ്ങളുണ്ട്. 100 ഏക്കർ കണക്കിന് തരിശിട്ട സ്ഥലങ്ങളുണ്ട്. അത് മുഴുവൻ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിഭവൻ നടത്തിയ ചില ഉദ്യമങ്ങൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിന് പുറത്തു നിന്ന് വന്ന് ഇവിടെ ഏകദേശം 30 ഏക്കറോളം സ്ഥലത്ത് തരിശ് രഹിതമാക്കുക, കൃഷി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് വന്ന ഒരു 3 വ്യക്തികളാണ് ഇവർ. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടാണ്. ഇവിടെ 15 വർഷത്തേക്കാണ് പാട്ടത്തിനെടുത്തിരിക്കുന്നത്. 15 വർഷത്തേക്ക് ഇവിടെ 10 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്തു മാത്രമല്ല, ഇതിൻ്റെ പുറത്ത് മറ്റ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ കൂടുതൽ സ്ഥലം പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഇവർ തയ്യാറായിരിക്കുകയാണ്. ഇപ്പൊ ഇവരിൽ ഒരാൾ ജോണി ചേട്ടൻ പൈനാപ്പിളിന്റെ കൃഷി പഠിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് പോയിട്ടാണുള്ളത് ഇന്ന്. അപ്പോൾ പൈനാപ്പിൾ കൃഷി ഉൾപ്പെടെ കുറച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി താല്പര്യത്തോട് വന്നതാണ്. ഇവിടെ പിന്നെ മൈസൂർ ഉൾപ്പെടെയുള്ള വാഴകൾ ഉൾപ്പെടെ ഇപ്പൊ ഈ നേന്ത്രവാഴക്ക് പുറമെ മറ്റ് പല വെറൈറ്റികളും ഏകദേശം 5000-ഓളം വാഴകൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിളവെടുപ്പാണ് ഇവിടെ നടന്നത്. കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് പരമാവധി സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഫണ്ട് മുഴുവൻ അക്കൗണ്ടിൽ എത്തിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എത്തുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സാങ്കേതിക ഉപദേശങ്ങൾ ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയാണ്. ഈ കൃഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 3 പേര് ഈ കൃഷി സ്ഥലത്ത് നിന്ന് ഒരിക്കലും മാറി നിൽക്കാറില്ല എന്നുള്ളതാണ്. ഒരു ആന നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള കാടായിരുന്നു, കാട് പിടിച്ചു കിടന്ന സ്ഥലമായിരുന്നു ഈ 10 ഏക്കറുള്ള സ്ഥലം. തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. ആദ്യം പുഴുശല്യമാണ് ഉണ്ടായിരുന്നത്. പുഴുശല്യം പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം, പക്ഷെ ഇപ്പോ കൊലക്കാറായ സമയത്ത് സാധാരണ വാഴ നേരിടുന്ന പ്രശ്നമാണ് പിണ്ടിപ്പുഴു. പിണ്ടിപ്പുഴു അപ്രതീക്ഷിതമായിട്ട് 2-3 വാഴ താഴെ വീണ സമയത്താണ് പിണ്ടിപ്പുഴു ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ കീടനാശിനി ഇപ്പം തളിച്ചതേ ഉള്ളൂ. ഈ വർഷം ശരിക്ക് ഈ വേനൽക്കാലത്താണ് ഇത് പിന്നെ കൊലച്ചു വരുന്നത്. ഇവരുടെ പരിശ്രമത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഈ കൊലകൾ ഏകദേശം 25 കിലോ വരെയുള്ള തൂക്കം വരുന്ന കൊലകൾ ഇവിടെ കാണുന്നത്. ഇവർ യഥാസമയം ഉപയോഗിച്ച രാസവളം, കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിച്ച രാസവളം, അതുപോലെ തന്നെ ഈ ഭയങ്കരമായി ഈ ഈ ഈ കാലഘട്ടത്തിൽ ഇവരുടെ ദൈനംദിന പരിചരണം, അതായത് കൃത്യമായ ജലസേചനം, രാവിലെയും വൈകുന്നേരം ജലസേചനം നടത്തുന്നു എന്നുള്ളതാണ്. ഒടുവിൽ നമ്മളിപ്പോ ഈ കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ അടക്കം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള സംഘങ്ങൾ, അതുപോലെ ഇവരെ പോലുള്ള ഇത്രയും ആത്മാർത്ഥതയുള്ള സംഘങ്ങൾ കൃഷിഭവനും പഞ്ചായത്തിനും ആവശ്യമാണെന്നുള്ളതാണ്
ഞങ്ങൾ ഈ കൃഷി ആദ്യമായിട്ട് തുടങ്ങുമ്പം നല്ല ഒന്നാന്തരം വെയിലിന്റെ സമയമായിരുന്നു. ഏറ്റവും വെയിൽ കൂടിയ സമയത്താണ് ഞങ്ങൾ ഈ കൃഷി തുടങ്ങുന്നത്. അപ്പോൾ ഒരു ഡിസംബറിൽ വാഴ കൊലയ്ക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയത്. അപ്പം ഡിസംബറിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയില്ല. ജനുവരിയോട് കൂടിയാണ് കൊലച്ച് തുടങ്ങുന്നത്. എങ്കിലും ഞങ്ങൾ 80 രൂപയോ 75 രൂപയൊക്കെ വാഴക്കൊലയ്ക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കൊല കുറച്ച് ചെറുതാണെങ്കിലും ഞങ്ങൾക്ക് മെച്ചം ഉണ്ടാവില്ല എന്നത്. ഇനി ഇപ്പം വില കുറച്ച് താഴേക്ക് പോയപ്പം ആ ഒരു സന്തോഷം കുറച്ച് കുറഞ്ഞു. എന്നാലും കുഴപ്പമില്ലാത്ത രൂപത്തിലാണ് ആവറേജ് പ്രതീക്ഷിച്ച പോലെ തന്നെ കായ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞങ്ങളിപ്പം അത്ര സന്തോഷത്തിലല്ല, വേറെ കുറച്ച് കുറഞ്ഞതിൻ്റെ പേരിൽ. പിന്നെ ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഞങ്ങളുടെ എല്ലാ കൃഷിയുടെ എല്ലാ സമയത്തിനും ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ശ്രീ സാറ് വരികയും സാറ് വന്ന് നോക്കി കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അതിലുപരി സാറ് നേരത്തെ പറഞ്ഞു 3 പേരും സദാസമയം ഇവിടെ ഉണ്ടായിരുന്നുള്ളത്. ഇതെങ്ങനെ സാറ് കണ്ടു? സാറ് കാണുന്നത് കൃത്യമായിട്ട് സാറോടെ വരുന്നതുകൊണ്ടാണ്. ഞങ്ങൾ നോക്കുമ്പോൾ ഒരാൾ തോട്ടത്തിൽ നടക്കുന്നുണ്ടാവും. സത്യമാണ്. ഇതാരും നടക്കുന്നത് നോക്കുമ്പോൾ സുരേഷ് സാറാണ്. അപ്പോൾ അധിക സമയം പുള്ളിക്കാരനും ഈ തോട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെയും കൃഷിഭവൻ്റെയും അഞ്ചുമാരത്തിൻ്റെയൊക്കെ ഒരുപാട് സഹകരണം ഞങ്ങൾക്ക് നന്നായിട്ട് ലഭിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഇത് ആക്കിയെടുക്കാൻ സാധിച്ചത്. പിന്നെ കറണ്ടിൻ്റെ കാര്യം സുരേഷ് സാർ ഇടപെട്ട് തന്നെ കറണ്ട് ഞങ്ങൾക്ക് ഇപ്പം കാർഷികാവശ്യത്തിലാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ, സബ്സിഡി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആക്കി തന്നിട്ടുണ്ട്. അതിന് അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പിന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ മഴ പെയ്യുന്ന സമയത്ത് സുരേഷ് സാറാണ് ആദ്യം ഞങ്ങളെ വിളിച്ചു വരുന്നത്. ഒരാഴ്ചത്തേക്ക് ഇനി ഇങ്ങോട്ട് നനയ്ക്കാൻ വരണ്ട കേട്ടോ വന്നിട്ട്. ആ സമയത്ത് സുരേഷ് സാർ ഇതിനകത്ത് അതേപോലെ തന്നെ ഞങ്ങൾ ഈ സ്ഥലത്തിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം എൻ്റെ സുഹൃത്ത് നസീർ പറയുന്ന സ്ഥലമുണ്ട് എന്ന് പറയും. അയാൾ ധൈര്യപൂർവ്വം 15 വർഷത്തേക്ക് റിയാസും കൂടി യാതൊരു മടിയില്ലാണ്ട് നിങ്ങൾ 15 വർഷം ചെയ്തോ എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് വരെ ചെയ്ത് ഞങ്ങൾക്ക് തന്നു. ഇത്രയും ധൈര്യം കാണിച്ചവർ. കാരണം 15 വർഷത്തേക്ക് സ്ഥലക്കാർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പം ഒരിച്ചിട്ട്, കാരണം വിൽപ്പന പല ആൾക്കാരും പറഞ്ഞു നിങ്ങൾ കൊടുത്തതിന് ശരിയാവും, നിങ്ങൾക്ക് വിൽക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കൃഷിയെ സ്നേഹിക്കുന്ന ആളാണ്, കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെന്നൊക്കെ ഒരാൾക്കാർ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിരുന്നു. പാരെ കൊന്നായിരുന്നു പുള്ളിക്കാരനെതിരെ. നമുക്ക് കേട്ട് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ് കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കും. അങ്ങനെ 15 വർഷത്തേക്ക് ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം തന്നാണ് റിയാസും നസീർച്ചയും കൂടെ. അത് അഞ്ചുമടം ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നോക്കി. ഞങ്ങൾ വാഴ മൊത്തം നനയ്ക്കുമായിരുന്നു. നനയ്ക്കും മൊത്തം കുളിച്ചെടുക്കാം. അത് പാടില്ല. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.